സത്യം, ഞാനും അതേ സന്തോഷത്തിലാ. നിങ്ങളുടെ സന്തോഷമൊക്കെ അകത്ത് വരുമ്പോ ഞാൻ മാറ്റിത്തരാം. ആ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഗൗതമിനെ നമുക്കിഷ്ടമല്ലായിരിക്കാം, പക്ഷേ അവന്റെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മറന്നു കളയരുത്. ബിസിനസിന്റെ കാര്യത്തില് ഗൗതം വളരെ സിൻസിയർ ആയിരുന്നു. ബ്രില്യൻ്റായി തീരുമാനം എടുക്കുന്നതിലും എഫിഷ്യൻ്റായി കാര്യങ്ങൾ ചെയ്യുന്നതിലും ഗൗതമിനുണ്ടായിരുന്ന മിടുക്കിനെ നമ്മൾ മറന്നു കളയരുത്. ചില നിർണായക സമയങ്ങളിൽ ഷാർപ്പായി ഡിസിഷൻ എടുക്കുന്ന ഗൗതമിന്റെ സ്വഭാവം മറക്കാൻ പറ്റുന്നതല്ല. പലപ്പോഴും അത് കമ്പനിയുടെ വളർച്ചയെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. നോക്ക് പ്രണവ്, കുറെ കാലം നീ ഗൗതമിന്റെ കൂടെ ജോലി ചെയ്തതാ. അവനിൽ നിന്നും പഠിച്ച പാഠങ്ങള് നീ കൃത്യമായി ബിസിനസ്സിൽ ഉപയോഗിക്കണം. ആ പാഠങ്ങളായിരിക്കണം നിന്റെ വളർച്ചയുടെ ഊർജവും. അതെന്തിനാ ഗൗതമിനെ കൊണ്ട് പ്രണവ് വർക്ക് ചെയ്യുന്നേ? പ്രണവിന്റേതായ ബുദ്ധി ഐഡിയ ഒന്നും ഇല്ലെന്നാണോ ആന്റി പറഞ്ഞു വരുന്നത്? ഗൗതം ഒരിക്കൽ എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ട് ഇറങ്ങിപ്പോയ സമയത്ത് ഈ കമ്പനിയെ നോക്കി നടത്തിയതും സക്സസ് ലെവലിൽ തന്നെ എത്തിക്കുകയും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയതും പ്രണവല്ലേ? പിന്നെന്താ കുഴപ്പം? ദേ നോക്ക് ശിവാനി, ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ല നിനക്ക്. ഒന്നുകിൽ കണ്ടു പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇന്ന് നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുവന്നതുപോലെ ഒരിക്കൽ ഗൗതമിനെ ഇവിടേക്ക് കൊണ്ടുവന്നു. അന്ന് സ്റ്റാഫുകൾക്കിടയിൽ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാവി ചെയർമാൻ എന്നാണ്. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതുപോലെ ഒരു ഗ്രാൻഡ് ഇൻട്രൊഡക്ഷൻ ഞാൻ ഇന്ന് പ്രണവിനും തരും. വാ. സമയം ഇത്രയായിട്ട് സ്റ്റാഫ്സ് ആരും എത്തിയിട്ടില്ലേ? വെൽക്കം സാർ. താങ്ക് യു. വെൽക്കം മാഡം. താങ്ക് യു. ജോർജ് സാറേ, മാഡത്തിനെ ഞാൻ വെൽക്കം ചെയ്യട്ടെ? ഓ ഷുവർ. മാഡത്തിന് മിടുക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് ഗൗതമിന്റെ കയ്യിൽ നിന്നും ഇന്ന് ഈ കമ്പനി യഥാർത്ഥ അവകാശിയായ പ്രണവ് സാറിന്റെ കയ്യിലെത്തിയത്. താങ്ക് യു. സോറി മാഡം, വേറൊന്നും വിചാരിക്കരുത്. ഇന്നിവിടെ എന്തൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ച് ഇന്നലെ തന്നെ ശിവാനി വേണം ചില തീരുമാനങ്ങൾ അറിയിച്ചിരുന്നു. അതനുസരിച്ചല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. റിയലി സോറി. ആന്റി, രാഹുകാലം തുടങ്ങുന്നതിന് മുന്നേ ആ ചെയർമാൻ പോസ്റ്റും ഏറ്റെടുക്കണം. നമുക്ക് അകത്തേക്ക് പോലെ വാ. പ്രണവ്, ഒരു മിനിറ്റ്. നിങ്ങൾ സ്റ്റാഫുകളോടായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെ ഈ ഓഫീസ് എങ്ങനെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയേ വേണ്ട. ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എന്തൊക്കെ നടക്കണമെന്നും തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾ മാത്രം. ഞാൻ പറഞ്ഞു ഞങ്ങളെന്ന്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആരൊക്കെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും പ്രണവും. ഞങ്ങൾ മാത്രം. ഈ ഓഫീസിലെ മുഴുവൻ അധികാരവും ഇനി പ്രണവിനും എനിക്കും മാത്രമായിരിക്കും. മറ്റൊരാളുടെയും വാക്കുകൾക്ക് ഇവിടെ ഒരു വിലയുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം കൂടി,
ഗൗതമിനോടുള്ള പഴയ കൂറ് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെത്രയും വേഗം കിട്ടാനുള്ള ചില്ലറയും വാങ്ങിക്കൊണ്ട് കമ്പനിക്ക് പുറത്തു വയ്ക്കണം.